ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. നല്ല വെയിലൊക്കെയാണല്ലേ, ഉച്ച സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. ഇന്ദുലേഖ ഭൃംഗ ഓയിൽ തേച്ചിട്ട് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ തിക്നെസ് തിരിച്ചു കിട്ടി മുടിക്കുക എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് സത്യമാണ് കേട്ടോ. ഞാനതൊരു 4 മാസം അപ്ലൈ ചെയ്തു. അതിനുശേഷം സംഭവിച്ച ഒരു ട്വിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ദുലേഖ ഭൃംഗ ഓയിലല്ല, പകരം ലേഖയെ വെട്ടിമാറ്റി ഇന്ദു ഹെർബൽ ഹെയർ ഓയിലാണ്. അതെന്താണെന്നല്ലേ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയത്? ഇന്ദുലേഖ ഭൃംഗ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ട്രിവാൻഡ്രംകാരിയാണ്, നേരത്തെ പരിചയമുണ്ട്, അവൾ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു അവൾ നല്ല ഒരു ബെസ്റ്റ് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മില്ലിൽ നിന്ന് സ്വന്തമായി കൊപ്രയാട്ടിച്ച ഒറിജിനൽ കോക്കനട്ട് ഓയിലിൽ കുറേ അധികം മെഡിസിനൽ വാല്യൂ ഉള്ള പച്ചമരുന്നുകൾ ചേർത്ത് സ്വന്തം അവളുടെ കൈകൊണ്ട് മറ്റ് ഹെൽപ്പ് ഒന്നുമില്ലാതെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു. 100% ആത്മവിശ്വാസത്തോടെ അവൾ ഹെയർ ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തിനാണ് ടീച്ചർ മറ്റേ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്? ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തോളൂ, 100% ഹെയർ ഗ്രോത്തിന് ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു 1.5 മാസമായിട്ട് അങ്ങനെ ലേഖയെ വെട്ടിമാറ്റി ഇന്ദുവിനെ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ദുവിനെ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോട്ടിൽ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്റ്റിക്കറൊക്കെ അങ്ങനെ റെഡിയാക്കി അവൾ ലൈസൻസൊക്കെ എടുത്ത് ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കുറേ ഫ്രണ്ട്സിന് ഇത് കൊടുത്തപ്പം അവരെല്ലാം യൂസ് ചെയ്തിട്ട് വളരെ സംതൃപ്തരാണ്. യൂസ് ചെയ്ത എല്ലാവരും 100% നല്ല ഗുണമേന്മ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ എന്നോട് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഏതെണ്ണയായാലും വാങ്ങണമെങ്കിൽ കാശ് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആ ഇന്ദുലേഖ ഹെയർ ഓയിലിൻ്റെ സെയിം പാറ്റേണിലാണ് ബോട്ടിൽ അവൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, കോമ്പൊക്കെ ഉണ്ട്. ഇന്ദുലേഖ ഭൃംഗ ഓയിലിൻ്റെ ഈ കോമ്പ് കുറച്ചുകൂടെ പല്ലുണ്ട്, ഈ പല്ലുകൾ കുറച്ചും കൂടി എണ്ണ ഉണ്ട്. ഇത് 5 എണ്ണയേ ഉള്ളൂ. ഇതിന് ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അല്ലാതെ ഒരു ക്യാപ്പുമുണ്ട്, എണ്ണ ലീക്കാകാതിരിക്കാൻ. ഇന്ദുലേഖ ഭൃംഗ ഓയിലിന് അതില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് കൂടുതൽ സേഫാണ്. ഇതിൻ്റെ ആ ഫ്രാഗ്രൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. ബോട്ടിൽ തുറന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരു ചെറിയ അടപ്പുണ്ട്. ഇതിലാണ് ഞാൻ സേഫ്റ്റി പിന്നുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഹോളുണ്ടാക്കി. ഇതിലിപ്പോൾ ഹോളില്ല, അപ്പോൾ എണ്ണ ലീക്കാവൂലേ പാഴ്സലായിട്ടൊക്കെ അയക്കുമ്പം പ്രത്യേകിച്ചും. ഇവിടെ നമ്മൾ ഹോളിടുക. അതിനുശേഷം മറ്റേ ക്യാപ്പ് അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് ഈ ക്യാപ്പ് ഇവിടെ ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കുനിച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നന്നായിട്ട് കുനിക്കുന്നില്ല, അപ്പോൾ എണ്ണ ഇങ്ങോട്ട് ചാടും. കുനിച്ചിട്ട് പിന്നെ ഹെയർ വകഞ്ഞു മാറ്റി നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. രാത്രിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകിക്കളയാം. ഇനി അതല്ല, അങ്ങനെ ഓവർനൈറ്റ് തലയിൽ എണ്ണ വെച്ചിരിക്കാൻ പ്രയാസമുള്ളവർക്ക് പകൽ തന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ, അല്ലെ 5, 5:30, 6 നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലേ. ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലാണ്, രണ്ടാമത് പറഞ്ഞ രീതിയിലാകട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഓവർനൈറ്റ് എണ്ണ വെച്ചിരുന്നാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കഴുകിക്കളയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. പിന്നെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ ഒരു കാര്യം ചെയ്യാം. അവൾ എനിക്ക് ഇതുപോലെ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ചേർക്കാം, അതിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ മെച്ചം എന്താണെന്നും കൃത്യമായി അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം അവൾ എന്നോട് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് വേറെ, എണ്ണ വേറെ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഓൾറെഡി നല്ല ഗ്രോത്ത് വന്നിരിക്കുകയാണ്, അത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച ആരുടെയെങ്കിലും ഫോട്ടോ ബിഫോർ ആഫ്റ്റർ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എനിക്ക് കുറേ പേരുടെ ഫോട്ടോസ് പ്രൂഫ് സഹിതം അയച്ചു തന്നു.
ലേഡീസിന് ലോങ് ഹെയർ ആയത്, അതുപോലെ തന്നെ തിക്ക് ഹെയർ ആയത്, പിന്നെ ജെൻസിന് ഇവിടെ ഈ സൈഡ് കയറുകയല്ലേ. ഇപ്പോഴത്തെ ആമ്പിളർക്കൊക്കെ ആണെങ്കിൽ മുഴുവനും കഷണ്ടിയല്ലേ, നേരത്തെ തന്നെ ചെറിയ ഏജിലെ തന്നെ ഇവിടെ നെറ്റ് കയറുന്നത്. എനിക്ക് ഫോട്ടോ അയച്ചു തന്നതിൽ ആ പയ്യൻ്റെ ഇവിടെ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ. അപ്പോൾ ഇവളുടെ എണ്ണ 1 മാസം യൂസ് ചെയ്തപ്പോഴത്തേനും ആ പയ്യൻ്റെ മുടിയുടെ സ്ട്രക്ചറേ മാറി, ഇവിടെ ഒക്കെ മുടി വന്നു, ആ നെറ്റ് കയറിയ അവസ്ഥ മാറി, തലയിൽ നിറയെ മുടിയുണ്ട്, ചുരുണ്ട് പരണ്ടിരുന്ന മുടിയൊക്കെ ഒന്ന് നീളം വെച്ചിട്ട് കോമ്പ് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഹെയർ ഫിക്സിങ് നടത്തിയതുപോലെ ആയിരിക്കുന്നത്. ആ ഫോട്ടോയും ഞാൻ ഇതിനോട് കൂടി ചേർക്കാം, ഈ വീഡിയോയിൽ ചേർത്ത് വിടാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ അത്ര ഇഫക്റ്റീവായ ഒരു എണ്ണയാണ്. എന്നോടാണെങ്കിലും കഴിഞ്ഞ ദിവസം ടൗണിൽ കൂടെ പോയപ്പോൾ 2-3 പേര് പറയുക ടീച്ചറിൻ്റെ മുടി കണ്ട വിഗ് വെച്ച പോലെ ഇരിക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ എങ്ങനെയാണ് അവരെ ചങ്കെടുത്ത് കാട്ടിയാലും ചെമ്പരത്തി പോവാന്ന് പറയുന്ന ലോകമല്ലേ, എങ്ങനെയാണ് അവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക? പിന്നെ ചിലവർ പറയും ബ്യൂട്ടി പാർലറിൽ പോയോ, അവിടെ എന്താ എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരറിയില്ല, നിങ്ങൾക്കറിയായിരിക്കും, പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വോളിയം കൂട്ടുന്ന ഒരു സംഭവമില്ലേ, ചുരുണ്ട മുടിയെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് നേരെയാക്കും അല്ലേ. ചുരുണ്ട് പരണ്ടിരിക്കുന്ന മുടി ലേഡീസിന് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ലെങ്ത് തോന്നും. അതുപോലെ വോളിയം കൂട്ടുന്ന സംഭവമുണ്ട്. അപ്പോൾ വോളിയം കൂട്ടിയതാണോ എന്നൊക്കെ ആയിരിക്കും കാണുന്നവരുടെ ഡൗട്ട്. എന്നിട്ട് ഇങ്ങനെ പറപ്പിച്ചിട്ടുകൊണ്ട് നടക്കുവാണെന്ന്. സത്യമായിട്ടുമല്ല, എനിക്ക് ചെറുപ്പത്തിൽ നല്ല തിക്കു മുടി ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് കുഴൽക്കിണർ വെള്ളത്തിൽ കുളിച്ചപ്പോഴും ഹോസ്റ്റലിൽ പോയി വെള്ളം മാറി കുളിച്ചൊക്കെ അതങ്ങനെ ഡാമേജായി ഞാൻ കെയർ കൊടുക്കാതെ തിരക്ക് പിടിച്ചൊരു ജീവിതമായതുകൊണ്ട് എൻ്റെ മുടി പറ്റി അങ്ങ് പോയതായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ മുടിയുടെ ടെക്സ്ചർ മാറി, നല്ല ഷൈനിയായി, സോഫ്റ്റായി. ഇപ്പം ഞാനൊരു 1 വർഷമായിട്ട് കുഴൽക്കിണർ വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് എൻ്റെ മുടി വല്ലാണ്ട് ഹാർഡാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 5-6 മാസം മുമ്പേ ഇന്ദുലേഖ പ്രിങ്ക ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കിയത് തന്നെ പരീക്ഷണാർത്ഥം. അത് തേച്ച് കുറച്ച് മെച്ചപ്പെട്ടിരുന്നപ്പോഴാണ് പിന്നെ ഈ ലേഖയെ മാറ്റി ഇന്ദുവിനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അതോടുകൂടി എൻ്റെ മുടി കംപ്ലീറ്റ്, മുടിയുടെ ടെക്സ്ചർ മാറി. പിന്നെ പൊട്ടിപ്പോകുന്ന അറ്റം പിളരിയല്ലേ ചിലർക്ക്, അതില്ല, താരനില്ല, മുടിക്കായയില്ല, അങ്ങനത്തെ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല മുടിക്ക്. ചിലവരൊക്കെ ചില വീഡിയോസിൽ എൻ്റെ മുടി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഗ്രോത്ത് ഇല്ല, തിക്കില്ല, കഷ്ടിയാണ്, താരനാണ്, മുടിയുടെ അറ്റം പിളരുകയാണ്, ഹാർഡാവുകയാണ്, ഇങ്ങനെ പറയുന്ന ആണ് എന്ന് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ സംഭവവും എൻ്റെ കാര്യത്തിൽ അല്ല എന്ന് ഞാൻ 100% ഈ വീഡിയോയിൽ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. ഞാൻ ചീകി കാണിക്കാം, ഇത് വിഗൊന്നുമല്ല. പിന്നെ ഇപ്പം എനിക്കറിയില്ല, ഇപ്പം പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചീകിയാലും പറഞ്ഞു പോരാത്ത വിഗൊക്കെ വെക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കൊച്ചുങ്ങളെ. ഞാൻ കുറച്ച് പഴയ സ്ത്രീയാണ്. അപ്പം ആധുനിക കാലത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് അതിന് ചീകി കാണിച്ചാലും ഒറിജിനൽ ഏതാ വിഗ് ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിലുള്ള വലിയ കോസ്റ്റുള്ള വിഗൊക്കെ ഉണ്ടായിരിക്കും. അതെനിക്കറിയത്തില്ല. ഇത് ഒറിജിനലാണ്. കണ്ടോ, എൻ്റെ ഒറിജിനൽ മുടിയാണ്. പിന്നെ കൂടാതെ മുടി കറക്കും ഗ്രാജുവലി. കുറേ നാൾ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മുടി കറക്കും. നമുക്ക് ചെറുപ്പത്തിലുള്ള അകാല നരയെ തടയാൻ പറ്റും. ആണുങ്ങൾക്ക് അകാല കഷണ്ടിയെ തടയാൻ പറ്റും. അപ്പോൾ ആണുങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ഗ്രാജുവലി കുറേ നാൾ കൊണ്ട് കഷണ്ടിയിലും വരാൻ സാധ്യതയുണ്ട്. കഷണ്ടിയിലും മുടി കിടക്കും. കുറേ നാൾ തേക്കണം. പക്ഷേ ആ നെറ്റ് കയറിയ പയ്യൻ്റെ അവസ്ഥയുണ്ടല്ലോ, 1 മാസം അപ്ലൈ ചെയ്തപ്പോഴേ നല്ല ഡിഫറൻസാണ്. നമുക്ക് കണ്ട നല്ല ഡിഫറൻസാണ്. അപ്പം ഓക്കെ. ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു ഹെർബൽ ഓയിലിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതെൻ്റെ തന്നെ ടെസ്റ്റിമണിയാണ്. എൻ്റെ മുടിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉള്ളൊരു മുടിയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഷോർട്ടായിട്ട് ഒരു വർഷം മുന്നേ വെട്ടിയതാണ്. അതിന് ശേഷം വളർന്നതാണ് ഈ മുടി. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ അതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുന്ന 25 ഹെർബ്സ് ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ്. നിങ്ങൾക്കിത് വളരെ ധൈര്യത്തോടെ നിങ്ങളുടെ മുടികളിൽ പുരട്ടാം. മുടിയുടെ ചടയൊക്കെ മാറ്റിയിട്ട് ഇതിനകത്തൊരു കോമ്പും ഒരു ക്യാപ്പും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പിനകത്തൂടെ നമ്മൾ എണ്ണ പുരട്ടുമ്പോൾ വെള്ളം കിണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ അത് നല്ലോണം പിടിക്കും. അപ്പം മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കും. ഇതിനകത്ത് മെയിനായിട്ടും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചേർത്തിരിക്കണേ അമല ചേർത്തിട്ടുണ്ട്, കരിഞ്ജീരകം ഉണ്ട്, കൈതോന്തിയുണ്ട്, ഭൃംഗരാജ് ഉണ്ട്, ബദാമുണ്ട്, കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പം മുടി വളരാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക്, ഡാൻഡ്രഫ് ഉള്ളവർക്ക്, മുടി വളരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും ചേച്ചി മുടി വളരുന്നില്ല എന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം അങ്ങനെ എണ്ണ വാങ്ങി അവർക്കൊക്കെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം ഇത് വാങ്ങുക. ഇതിൻ്റെ പ്രൈസ് വളരെ റീസണബിളാണ്. ഇതിന് നമ്മൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. പക്ഷേ ഞാനത് ഇപ്പം ഈ ഒരു റേറ്റിനാണ് വിൽക്കണേ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ എണ്ണ എടുക്കുമ്പോൾ ഇത് 100 ml ബോട്ടിലാണ് നിങ്ങളുടെ അടുത്ത് വരണേ. അപ്പം ആ 100 ml ബോട്ടിൽ നമ്മുടെ അടുത്ത് കിട്ടുമ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്കാൽപ്പ് നല്ലോണം അതിൻ്റെ ചടയെല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ കെട്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം ഈ എണ്ണ കയ്യിലൊഴിക്കുക. കുറച്ച് ഒരു 5 ml ഒഴിക്കുക. മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ എണ്ണ ചേർക്കണേ. ഓക്കെ, എത്ര മുടി ഉണ്ടോ അതനുസരിച്ചിട്ടാണ് മുടിയുടെ അറ്റം വരെ ഉണ്ടോ, മുടിയുടെ മേള് തൊട്ട് അറ്റം വരെ നമ്മൾ എണ്ണ പുരട്ടണം. സ്കാൽപ്പിൽ നല്ലോണം പുരട്ടണം. പുരട്ടിയിട്ട് തലനീരിറക്കം ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതൽ ഇടണ്ട. അത് കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്ത് കളയാം. എനിക്ക് തലനീര് ഇറങ്ങണില്ല, എണ്ണയ്ക്ക് അലർജി ഉള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ഈ എണ്ണ ഞാൻ പുരട്ടിയിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ എനിക്ക് തലമുടിക്ക് എത്ര നേരം വേണമെങ്കിലും ഇട്ടാലും എനിക്ക് തലനീര് ഇറങ്ങുമോ, തലവേദന വരുമോ, മൈഗ്രെയിൻ വരുമോ ഒന്നുമില്ല. മൈഗ്രെയിൻ ഉള്ളവർക്കും ഈവൻ ക്യാൻസർ പേഷ്യൻസിന് പോലും ഈ എണ്ണ ധൈര്യമായിട്ട് നിങ്ങളുടെ തലമുടിയിൽ പുരട്ടാം. അതുപോലെ നിങ്ങൾക്ക് മുടിയുടെ അറ്റം ഇങ്ങനെ പൊട്ടിപ്പോണു, മുടി ഉള്ളി വരുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഹിന്ദൂസ് ഹെർബൽ ഓയിൽ. ഞാനിതിനകത്ത് നാച്ചുറൽ തിങ്സ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യലായിട്ടൊരു ഫ്രാഗ്രൻസോ ഒന്നുമില്ല. ഈ എണ്ണ വാങ്ങുന്നവർ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അവർ തന്നെ പറയാറുണ്ട് ശരിക്കും ആ നാച്ചുറൽ ഹെർബ്സിൻ്റെ മണമാണ് ഈ എണ്ണയ്ക്കുള്ളത്. ഓക്കെ, ഇതുവരെ ഞാൻ കൊടുത്ത എല്ലാവർക്കും നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് തന്നേക്കണേ. എൻ്റെ തലമുടി തന്നെയാണ് എൻ്റെ ടെസ്റ്റിമണി. എൻ്റെ മോക്കും നല്ലതായിട്ട് അവൾക്ക് മുടി വളരുന്നുണ്ട്. അവൾ രാത്രി ഇട്ടിട്ട് രാവിലെ മൈൽഡൊരു ഷാമ്പു അല്ലെങ്കിൽ ആയുർവേദിക് ഷാമ്പു എന്തെങ്കിലും വെച്ചിട്ടാണ് വാഷ് ചെയ്ത് കളയുന്നത്. കഴിയുന്നത് നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യരുത്. തലമുടിയിൽ നിങ്ങൾ ഈ എന്താ പറയുക, ഇത്രയും നല്ലൊരു ക്വാളിറ്റി എണ്ണ നമ്മൾ പുരട്ടുമ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഉലുവാപ്പൊടി, ചെറുപയർ പൊടി, താളിപ്പൊടി, വീട്ടിലെല്ലാവർക്കും ചെമ്പരത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇലയൊക്കെ എടുത്ത് പുരട്ടി തല വാഷ് ചെയ്യണം. പെട്ടെന്ന് നിങ്ങളുടെ മുടി വളരും. എന്ത് പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിലും ഈ തലമുടിക്ക് നല്ല സ്ട്രെങ്തനായിട്ടുണ്ട്. സ്പ്ലിറ്റൻസ് എല്ലാം മാറി നല്ല ഒരു ആരോഗ്യമുള്ളൊരു മുടി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഈ എണ്ണ ആരെങ്കിലും വാങ്ങി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ചേർക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ബൈ. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.